എനിക്കറിയില്ലെന്ന്. അത് ഞങ്ങളുടെ അല്ല. ഇല്ലില്ല, അല്ലല്ല, അത് നിങ്ങളപ്പോൾ അന്വേഷണാത്മകമായി ഓരോരുത്തരും പറയാം പ്ലീസ്. നിങ്ങൾ അന്വേഷണാത്മകമായി പത്രപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഇതെന്നാ ഫ്രീസ് ചെയ്ത ഡേറ്റ് എന്നോട് ചോദിച്ചാൽ അറിയില്ല. ഫ്രീസ് ചെയ്തിട്ട് കുറെ നാളായി. അതെ, ഞാനിപ്പോൾ അനന്തകുമാർജിന്ന് പ്രതിക്കൂട്ടിലേറ്റാൽ മതി. ഞാൻ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടുന്നത്. എനിക്ക് 20 കൊല്ലമായിട്ട് സായിഗ്രാമിന്റെ ചെയർമാൻ അനന്തകുമാർജിയെ പരിചയമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അവരുടെ സമൂഹത്തിൽ ഒരു 5 എട്ടെണ്ണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിത്യേന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ആളാണ്. അദ്ദേഹമാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം കോൺഫെഡറേഷൻ ചെയർമാനായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് അന്ന് എല്ലാ സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു. ഞാനീ പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടിൽ ഇത് വന്നു കഴിഞ്ഞു. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ടൂ വീലറൊക്കെ അന്ന് കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, അങ്ങനെ പല സ്ഥലത്തും. അങ്ങനെ പ്രസ് ക്ലബിനൊന്നും എടുത്ത് പറയണതല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അവർ തമ്മിൽ അതിനകത്ത് പിന്നെ ജസ്റ്റിസ് ഒക്കെ ഉണ്ടെന്ന്. നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ, അദ്ദേഹം മുൻ ജസ്റ്റിസ്, അദ്ദേഹം അതിന്റെ ചീഫ് അഡ്വൈസറായിരുന്നു. വലിയ വലിയ ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ പിള്ളേർ ആരെങ്കിലും സംശയിക്കണോ? അവരും സംശയിച്ചിട്ടുണ്ടാവില്ല. അവരാരും ഇപ്പൊ ഇതിനകത്ത് വന്നിട്ടില്ല. നിങ്ങൾ നോക്കി, എല്ലാം ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 100% ചാരിറ്റി നടത്തുന്നവരാ. ഇതിനകത്ത് കുറെ കന്യാസ്ത്രീ അമ്മമാരുണ്ട്, നിസ്സാർത്ഥമായി വീട് വിട്ടു വന്ന ആളുകളാ. അവരൊക്കെ ചെയ്യുന്ന സ്ഥാപനം. അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ അവർ വരുമ്പോൾ നമ്മൾ അതിനെന്ത് പിന്നെ വേറെ എന്തിനെ സംശയിക്കേണ്ട ആവശ്യം? CSR സാധാരണ ഇതിൽ കിട്ടും. എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. CSR കിട്ടാൻ ഞാൻ പൊതുപ്രവർത്തനമാണല്ലോ. കിട്ടാനുള്ള ഒരുപാട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ പെടുന്ന സാധനമാണിത്. ഞാൻ മിനിങ്ങാന്ന് അറിയണത് കിട്ടിയിട്ടില്ല. കൂടുതലുണ്ട്. അല്ല, അങ്ങനെ ഇപ്പൊ നമ്മള് കണക്കിപ്പോ പറയുന്നില്ല, പിന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ സമയത്ത് മാർച്ചിലോ, ഈ മാർച്ചിലൊരു ദിവസം എന്റെ അടുത്തേക്ക് ഈ മറ്റേ അദ്ദേഹം പറഞ്ഞിട്ട് വരിക ചെയ്ത്. ഞാനത് അപ്പൊ ഞാൻ പയ്യനാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഇയാളുടെ ചുമതല എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല. മറ്റേ പുള്ളി ചോദിച്ചിട്ട് വന്നതാ. അപ്പോഴേക്കും നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായി. നല്ല മെടുക്കനാണ്. അതിനോട് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ കാശ് കൊടുത്തു പോയിട്ടുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചിരിച്ചു പറഞ്ഞു, നമ്മള് പൈസ കൊടുത്തു പോയല്ലോ. ഞാൻ പറഞ്ഞു എനിക്കിന്ന് മാറാൻ പറ്റില്ല, എനിക്ക് പബ്ലിക് കമ്മിറ്റ്മെന്റ്, ഞാൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അക്കൗണ്ട്സിൽ കൂടിയേ പൈസ കൊടുത്തിട്ടുള്ളൂ. അല്ല, ഒരു മിനിറ്റ്, ഞങ്ങൾ ഒരു പണവും പണമായിട്ട് കൊടുത്തിട്ടില്ല. എല്ലാ പൈസയും അക്കൗണ്ടിൽ കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണത്. അല്ലെന്ന് അത് ഈ അഗ്രിമെന്റ് ഉണ്ടെന്ന്. ഈ അഗ്രിമെന്റിലുള്ള സ്ഥാപനത്തിലേക്ക് കൊടുത്താണ്. അന്ന് ഈ അഗ്രിമെന്റ്, ഒരു മിനിറ്റ്, ഈ അഗ്രിമെന്റ് നാഷണൽ കോൺഫെഡറേഷൻ, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ഈ അഗ്രിമെന്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ അഗ്രിമെന്റിലുള്ള സ്ഥാപനത്തിലാണ് കൊടുത്തേ. ഞങ്ങളിപ്പോ എന്റെ വക്കീലായിട്ട് കളിച്ച് നിയമ നടപടികൾ ആലോചിക്കും. അതെ, ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. എന്റെ ആവശ്യം വിളിച്ചുകൂടുന്നല്ല. പിന്നെ എല്ലാവരും അങ്ങനെയൊന്നുമില്ല. നേരത്തിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്, നിങ്ങൾക്ക് എനിക്കും ഒക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. എന്താ പറ്റുന്ന എനിക്ക് മനസ്സിലാണ്. CSR ഫണ്ട് സംഘടിപ്പിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സോളാർ ചെയ്യുന്നുണ്ട്, ഏതോ ചാനൽ കൊടുത്തിട്ടുണ്ടായി. ഈ സോളാറിൽ CSR ഫണ്ടില്ല. മോഡി 78,000 രൂപ കൊടുക്കും. ഞങ്ങൾ സൈൻ ചെയ്യുന്നതാ. ഞങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കമ്പനിയായിട്ട് സംസാരിച്ചു. അവർ കേരളത്തിൽ 500 രൂപ വെക്കുന്നു. പാനസോണിക് ടോപ്പ് കമ്പനീസാ. ഞങ്ങൾ പറഞ്ഞു 1000 തരാം, ഇത്ര രൂപ കുറയ്ക്കും. അപ്പൊ ഇത്ര രൂപ കുറയ്ക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ല, പബ്ലിക്കിനോട്. അങ്ങനെ ഞങ്ങൾ 47,000 രൂപ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. അല്ല, ഒരു മിനിറ്റ്. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ CSRന് അപ്ലിക്കേഷൻ ഇന്നുവരെ കൊടുത്തിട്ടില്ല. എന്റെ സൈൻ CSR ഇന്നുവരെ വാങ്ങിയിട്ടില്ല. CSR പരിപാടിയുടെ ഭാഗമല്ല ഞാൻ. എനിക്ക് അതിനെക്കുറിച്ച് അറിയാന്നാ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, CSR ഫണ്ടുകൾ കിട്ടാനുള്ള ടെക്നോളജിയുടെ ക്ലാസ് ഒന്നും അല്ലല്ലോ ഇപ്പൊ നടക്കണേ. അപ്പൊ CSRനെ പറ്റി നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സൈൻ ഇന്നേ വരെ 10 കൊല്ലത്തെ കാലയളവിനുള്ളിൽ ഞങ്ങള് ഈ CSR ഫണ്ടിന് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു. അല്ല, സാധാരണ ഒരു മിനിറ്റ്,
സാധാരണ കമ്പനിയുടെ പേരൊന്നും വേണമെന്നില്ല. സാധാരണഗതിയിൽ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്ന ആൾ, എന്നെ വിളിച്ചാൽ കേരളത്തിൽ മാതൃകാപരമായി ഈ രംഗത്ത് സത്യസന്ധമായി നിലപാടുകൾ സ്വീകരിച്ച് പ്രതീകമായി നിൽക്കുന്ന ആളാണ്. 100 ഏക്കർ സ്ഥലത്ത് അനാഥാലയം നടത്തുന്നു, കോളേജ് നടത്തുന്നു, ഉന്നതമായ സ്ഥാപനങ്ങൾ നടത്തുന്നു, CSR ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു, കൃത്യമായി കളവും പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരാളാണ് എന്നെ വിളിക്കുന്നത്. അനന്തകുമാർ മാത്രമല്ല, നിങ്ങളുടെ പ്രസ് ക്ലബിനെ വിശ്വസിച്ച് ഞാൻ അറിയിച്ചു. മാറ്റി ഞാൻ അല്ല ഒരു മിനിറ്റ്. ഞങ്ങള് ഇതിന്റെ സ്കൂട്ടറിന്റെ പണം വാങ്ങിയത് മെയ് മാസത്തിന് ശേഷം വാങ്ങിയിട്ടില്ല. അല്ല ഒരു മിനിറ്റ് സംസാരിച്ചോട്ടെ, എന്നിട്ട് പറഞ്ഞാൽ പോരെ. ഞാനത് പറയുന്നു മേഡം, ഞാൻ നിങ്ങളെ കാണാൻ വന്ന് നിൽക്കണല്ലേ. അപ്പൊ മെയ് മാസത്തിൽ വരെ ഞങ്ങളുടെ അക്കൗണ്ടിൽ കൂടി പണം വാങ്ങിയിട്ടുള്ളൂ. മെയ് മാസത്തിന് ശേഷം ഞങ്ങൾ 2 വീലറിന് വേണ്ടി പണം വാങ്ങിയിട്ടില്ല. ആ പണം ഞങ്ങൾ മുഴുവൻ അവർ നേരത്തെ ആവശ്യപ്പെട്ട ഏജൻസിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ബഹുമാന്യനായ അനന്തകുമാർജി എന്നോട് പറയണേ. അപ്പൊ എന്റെ പണം അവിടെ ഇട്ടുപോയി. അപ്പൊ ഞാൻ അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും ഇപ്പോഴും ആദരവുണ്ട്. ആ ആദരവിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ മാറ്റിയത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റേ ഇതിൽ നിന്ന് വിട്ടുവിട്ട് സൈഡിലേക്ക് കയറി പോലെ അതൊരു വലിയ സ്ഥാപനം നടത്തുന്ന മഹാനാണ്. അനാഥരായ ആളുകൾ താമസിക്കും. ആരെ ആരും കുഴപ്പത്തിലായില്ല. ആര് പറഞ്ഞു? അല്ല ഒരു മിനിറ്റ്. അല്ല ഒരു മിനിറ്റ്. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, മന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഫോട്ടോ ഉണ്ട്, ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ എല്ലാ ആളുകളും അതിൽ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും നിങ്ങൾ കേരളത്തിൽ നോക്കിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, മന്ത്രിമാർ, MP-മാർ, പ്രതിപക്ഷത്തിലെപ്പെട്ട ആളുകൾ, എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കാർക്കും ദുരുദ്ദേശം ഉണ്ടായില്ലെന്ന്. എല്ലാവരും പങ്കെടുത്തത് എനിക്കറിയാം. അല്ലല്ല ഞാനല്ല പ്രധാനമന്ത്രിയുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സായിഗ്രാമിന്റെ പേരിൽ ആപ്ലിക്കേഷൻ കൊടുത്തായിരിക്കണം. അങ്ങനെ ആയിരിക്കും. അല്ല ഞാൻ അതിനകത്തില്ല. ഇല്ല, എനിക്ക് അറിവേണ്ട ആവശ്യമില്ലല്ലോ, എന്റെ ചുമതലയില്ല അത്. ചോദിച്ചോ. അവരാണല്ലോ പകുതി പൈസ തന്നെ. മാഡം ഈ ഡിസൈൻ തരുന്നതൊക്കെ അവരാ. ഇതിനകത്ത് എഗ്രിമെന്റിലുണ്ട്. അവരാണല്ലോ CSR. ഞങ്ങളല്ല CSR ഫണ്ട് സംഘടിപ്പിക്കുന്നത്. ഒരു ബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങള് അതാ പറഞ്ഞത്. നിങ്ങള് ഇതിനകത്ത് പകുതി പൈസ ആരാ തരണേ? അല്ല ഒരു മിനിറ്റ് മാഡം. പകുതി പൈസ തരുന്നതിനുള്ള എഗ്രിമെന്റ്, മുദ്രപത്രത്തിലെ എഗ്രിമെന്റാണിത്. ഇതിനു മുമ്പ് എത്ര ആ ഡേറ്റ് 28/2/24 അല്ലെ? അല്ല ഒരു മിനിറ്റ്. മാർച്ച് മാസം 5-ാം തീയതി 2024 മാർച്ച് മാസം 5-ാം തീയതി. അല്ല ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ അപ്പൊ എനിക്കോട് മാഡം ഈ ഞാൻ പറഞ്ഞൊന്നും ശ്രദ്ധിച്ചില്ല. ബഹുമാന്യരായ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അംഗങ്ങളാണ്. അതിൽ MP-മാരുണ്ട്. ഉദ്ഘാടനം അല്ലെന്ന് മാറ്റില്ലേ? ഉദ്ഘാടനമല്ല. അവരിതിന് ഫ്ലക്സ് നാട്ടിലുള്ള സാധനമല്ലേ ഞാൻ ഉപയോഗിച്ചു. അതിനെന്താ? ഞാൻ ഇതിനൊന്നും, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്. പ്രചരണം കൊടുക്കും, ഇനിയും കൊടുക്കും. ഞാൻ ആരാണ് വാങ്ങിയ പണം? ഞങ്ങൾ സൊസൈറ്റി വാങ്ങിയിട്ടുള്ള, സൈൻ വാങ്ങിയിട്ടുള്ള പണം ഞങ്ങൾ അവിടെ വിതരണം ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകളുണ്ട്, പോലീസ് പരിശോധിക്കുമല്ലോ. അല്ല ഒരു മിനിറ്റ്. എന്താ കുഴപ്പമെന്താ? അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഞങ്ങളുടെ അടുത്ത് ഈ ആളുകളെ, ഞങ്ങളുടെ കോർഡിനേറ്റർമാർ ഇപ്പോഴും ലൈവാണ്. ഞങ്ങളെ കുറിച്ച് പരാതിയില്ല. അവർക്ക് ആർക്കും ഫണ്ട് വേണം. നിങ്ങൾ ഉണ്ടാക്കി നമ്മൾ ദ്രോഹിക്കാണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. വണ്ടി ഞങ്ങൾ ഇന്നലെയും കൊടുത്തിട്ടുണ്ട്, നാളെ ഉണ്ട് വണ്ടി തരണം.
എന്റെ പൊന്നു സഹോദര, ഇതിനകത്ത് ഈ എഗ്രിമെന്റിലുണ്ട്. ആ എഗ്രിമെന്റിൽ ഇത് കോൺഫെഡറേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആൾക്ക് കൊടുക്കുന്ന ചെയ്ത ഇന്നുണ്ടാക്കിയതല്ല. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും, ഞാൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ പറവൂരിൽ കേസ് കൊടുത്തിട്ടുള്ളവര് എല്ലാ ആളുകളും കൊടുത്തിട്ടുള്ളത് ഈ അക്കൗണ്ടിലാണ്. അതല്ല ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഇരയാണ്. നിങ്ങളൊരു ഇരയായ ഒരു കൺസിഡറേഷൻ നമുക്ക് തരണം. ഞാൻ ഈ അടുത്ത് അപ്പോഴല്ലേ നമ്മളിത് വണ്ടി കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ നേരിട്ട് പൈസ ഡീലർമാർക്ക് ഈ പണം ഫ്രീസ് ചെയ്തപ്പോ അങ്ങനെയല്ല. അതെ, കൃത്യ ഡേറ്റ് അല്ല ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല. ഫ്രീസ് അതിന് ഞങ്ങൾ വണ്ടി കൊടുക്കണ്ട്. മാഡം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ റിപ്പോർട്ടർ ചാനലല്ലേ? എനിക്ക് ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ്, എന്റെ അതിൽ പണം അടച്ചിട്ടുള്ള ആളുകളോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് കഴുക്കൂല് ഒരു ഓടാനുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. അങ്ങനെയാ എന്റെ ഒരു മിനിറ്റ് പോലീസ് തന്നെയാണ് പറഞ്ഞ തട്ടിപ്പാണ്, ഞങ്ങളല്ല. പോലീസിനെ കുറിച്ച് അങ്ങനെ പിന്നെ പോലീസ് എന്തിനാ വേറെ പരിപാടി പങ്കെടുക്കും? എന്റെ മാഡം, ഞങ്ങൾ മാത്രമേ വണ്ടി കൊടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ 200 ഏജൻസികളും ഈ പറഞ്ഞ ആതുര സേവന രംഗത്തുള്ള സ്ഥാപനങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അതിലൊരു പാർട്ടുള്ളൂ ഞാൻ. നിങ്ങൾ എന്റെ മാത്രം ഞാൻ മാന്യമായി നിങ്ങളോട് കാണാൻ വരുമ്പോ കേരളത്തിൽ 200 പേര് നിങ്ങൾ വെറുതെ വിട്ടിട്ട് എന്റെ നെഞ്ചത്ത് തരണതിന് എന്റെ മാങ്ങയിലെടുത്ത് അറിയാൻ വേണ്ടിയിട്ടാ. ആ പണിയൊന്നും വേണ്ട, നടക്കാൻ പോലുള്ള ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യസന്ധമായ ക്ലാരിറ്റിയുള്ള ജീവിതമാണ്. അതിനകത്ത് സ്വന്തം നമ്മുടെ ജീവിതം കൊണ്ട് കളിക്കരുത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എനിക്ക് ഒരു മിനിറ്റ് അല്ല, സൈൻ്റെ അതൊക്കെ നമ്മൾ ലീഗൽ സൈഡ് നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. എനിക്ക് ആവശ്യം ഒരു ആരിപ്പോഴാ കൊടുത്തേന്ന് സഹോദര, ഇപ്പൊ കൊടുത്തതിന് സീഡ് സൊസൈറ്റി പരാതി കൊടുക്കുന്നു. അവർ വണ്ടി കൊടുക്കുന്നില്ലല്ലോ. അവർക്ക് വണ്ടി കൊടുക്കാതെ ആളുകൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പരാതി കൊടുക്കുന്നത്. പലരും പരാതി കൊടുത്തുള്ള അങ്ങനെ. ഞാൻ ചെയ്യുന്ന പണി അങ്ങനെയല്ല. അല്ല, ഒരു സെക്കൻഡ് ക്ലിയർ ചെയ്തിട്ടെ. ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പരമാവധി വണ്ടികൾ കൊടുത്തു തീർക്കുന്നു. ആളുകൾക്ക് പണം വേണ്ടവർക്ക് പണം കൊടുക്കുന്നു. ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ സൊസൈറ്റി അത് ഓൾറെഡി കൊടുത്തുപോയി. സ്വന്തം നിലയിൽ ഡീലർമാരുടെ കടമുണ്ട്, ഞങ്ങളുടെ സൊസൈറ്റി ബാക്കി കൊടുക്കുന്നു. ഒരു സ്നേഹത്തിൽ കാണും. ഇത് അറിയുന്നില്ലെന്ന്. അല്ല, ഒരു മിനിറ്റ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് പബ്ലിക്കിൽ വന്ന സാധനമാണ്, സീക്രട്ട് ഇതൊന്നും അല്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരോട് ചോദിക്കേണ്ടത് എന്താണ് വണ്ടി കൊടുക്കാനുള്ള പരിപാടി. അപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് വണ്ടി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ നേരെ മറിച്ച് ഇതിപ്പോ ഒരു ചീട്ട് കൊട്ടാരം പോലെ താഴെ വീണാൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാപ്പി ആയിട്ട് നൽകി, എനിക്ക് കുറച്ചു പേർക്ക് കൊടുക്കാനുള്ളൂ. നിങ്ങൾക്ക് പലതും പറയാലോ. നിങ്ങളവിടെ വെച്ച് പറഞ്ഞല്ലോ നിങ്ങളുടെ ചാനലിൽ ഇന്നലെ എന്റെ ആവശ്യം കാശ് കൊടുത്ത് അടിയൂരാൻ പോണേ. നിങ്ങൾക്ക് പല വ്യാഖ്യാനം ഉണ്ടാവുമല്ലോ. മാഡത്തിന്റെ ചാനല് ഇന്നലെ രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു മിനിറ്റ്, ചെറുപ്പത്തിലുള്ള പത്രപ്രവർത്തകര്, നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. 10-40 കൊല്ലം പൊതുജീവിതം, കുടുംബം വിട്ട് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ മേൽ വെറുതെ സുഖത്തിന് വേണ്ടിയുള്ള പരിപാടി ചെയ്ത് റിക്വസ്റ്റാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഞങ്ങളുടെ അക്കൗണ്ടിനകത്ത് 1 രൂപ ഞങ്ങൾ അവിടെ നിന്ന് അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിൽ സൈൻ എന്ന സംഘടനയും ആരോപണം നേരിട്ട പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. സൈനും ഈ തട്ടിപ്പിനിരയായി മാറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. സൈൻ 12 വർഷമായി സ്വയം പ്രവർത്തിക്കുന്ന, സ്വയം ഇത്തരം സേവനങ്ങൾ നടത്തുന്ന കമ്പനിയാണ്. അതേസമയം ഈ അനന്തു CSR ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്താമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ആ സംഘടനയുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ ആണ് തീരുമാനിച്ചത്. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ പണം നൽകിയവർക്ക് തിരിച്ചു നൽകുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ തന്നെ ഈ ഇരുചക്ര വാഹനങ്ങൾ നൽകുകയോ ചെയ്യും സൈൻ എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് വാഹനങ്ങൾ നൽകിയത് സൈൻ സ്വമേധയാ എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. വാർത്താ സമ്മേളനം തുടരുകയാണ്. അതേസമയം ഇപ്പോൾ അനന്തു കൃഷ്ണനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവരം. വലിയ തട്ടിപ്പ്, ഏതാണ്ട് 1000 കോടിക്ക് മുകളിലേക്കുള്ള തട്ടിപ്പ് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യകതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അനന്തു കൃഷ്ണനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇടവേള.